സർ, ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് സുസ്ഥിര വികസന സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് നേതൃത്വം നൽകിയ ഭരണാധികാരിയായിരുന്നു ആദരണീയനായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തകർച്ചയുടെ നടുക്കുഴിയിലകപ്പെട്ടിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കരുത്തു പകർന്നുകൊണ്ട് രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ, രാജ്യത്തിന് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കുന്നതിൽ നിർണായകമായ പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. വലിയൊരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് പോയപ്പോൾ അത് വളരെ ബാലൻസ്ഡായി രാജ്യത്തെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായകമായ പങ്കാണ് മുൻ പ്രധാനമന്ത്രി വഹിച്ചിട്ടുള്ളത്. രാജ്യത്ത് നടപ്പാക്കിയ നിരവധിയായ പുതിയ പദ്ധതികൾ നമ്മുടെ മറ്റ് നേതാക്കളെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ ബിൽ, കുഞ്ഞുങ്ങൾക്കുള്ള പോഷകാഹാരം, ആദിവാസി വനാവകാശ, ഇങ്ങനെ നിരവധിയായ പുതിയ കർമ്മപരിപാടികൾ രാജ്യത്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായൊരു കാലഘട്ടമാക്കിയാണ് മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. ഇന്ന് കേരളത്തിൽ നടക്കുന്ന നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ നിലയിൽ നടപ്പാക്കുന്നതിന് തുടക്കം കുറിക്കാൻ അതിനൊരു ബാക്ക് ബോൺ യഥാർത്ഥത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തെ വളർച്ചയിലേക്ക് നയിക്കുന്നതിനും പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുവാനും ധീരമായ നേതൃത്വം നൽകിയ, എന്നാൽ ശാന്തമായ പക്വമായ ബഹളങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ ശ്രമിച്ച, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വ വീക്ഷണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തെ കെട്ടുറപ്പോടെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞ ഭരണാധികാരി എന്ന നിലയിൽ, ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സംഭാവനകളാണ് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുള്ളത്. അതെല്ലാം പവിത്രതയോടെ ഞാനിവിടെ സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് രാജ്യത്തിനുണ്ടാക്കിയിട്ടുള്ള നഷ്ടവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ള വേദനയിലും പങ്കുചേരുന്നു. ഞാനും എൻ്റെ പാർട്ടിയും അനുശോചനം രേഖപ്പെടുത്തുന്നു.